ഗൈസ് എല്ലാവരും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സന്തോഷമാണ്. കാരണം എന്ന് പറയുമ്പോഴല്ല, സാംസങ് അവരെ സി ഫോൾഡ് 7 ഇറങ്ങിയിട്ടുണ്ട്. അതായത് സാംസങ് സി ഫോൾഡ് 6, 5 ഒക്കെ ഇറങ്ങിയ പോലെ തന്നെ സി ഫോൾഡ് 7 ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ വ്യത്യാസം എന്ന് പറയുന്നത് കാരണം വളരെ തിന്നായിട്ടുള്ള സെറ്റാണിത്. അപ്പോൾ അധികം ബേബിക്ക് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ജൂലൈ 9 തൊട്ട് അവരെ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 25 സെറ്റ് ലോഞ്ച് ആവും ഇന്ത്യയിൽ. മാത്രമല്ല സെറ്റിൻ്റെ പ്രൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ പറയാം. പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 12 GB 256 175, 12 GB 512 187, 16 GB 1 TB 2,11,000 പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് നമുക്ക് എടുക്കാൻ പറ്റിയൊരു ഫോണാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി പറയും നോ ആണെന്ന്. കാരണം ഇത് നമുക്ക് എടുക്കാൻ പറ്റിയ ഫോണല്ല. ഇത് അത്യാവശ്യം ബിസിനസ്സുകാർക്ക് അങ്ങനെ ഷോ ഓഫ് കാണിക്കണമെന്ന് ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, അവർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു ഫോണാണിത്. ഇത് വളരെ തിന്നായിട്ടുള്ളൊരു ഫോണാണ്. പറയാൻ കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇത് അൺഫോൾഡ് ചെയ്യുമ്പോൾ തുറക്കുമ്പോൾ 4.2 mm തിക്നെസ് ആയിട്ട് വരുന്നത്. അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8.9 mm തിക്നെസ്സാണ് വരുന്നത്. സാംസങ്ങിൻ്റെ സി ഫോൾഡ് 6 12 mm സംതിങ് ഒക്കെ ആയിരുന്നു അതിൻ്റെ തിക്നെസ്. ഇപ്പോൾ വളരെ കുറച്ചിട്ടുണ്ട്, 8.9 ആക്കിയിട്ടുണ്ട്. ഫോൾഡ് ചെയ്യുമ്പോൾ അൺഫോൾഡ് ചെയ്യുമ്പോൾ 4.2. പിന്നെ അത് സാംസങ് അൾട്രയുടെ ചെറിയൊരു സാമ്യമുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ സാംസങ് S25 അൾട്രയിൽ ഉപയോഗിക്കുന്ന സെയിം ബാക്ക് ക്യാമറ 200 MP സെയിം ബാക്ക് ക്യാമറയാണ് നമ്മുടെ സി ഫോൾഡ് 7 ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അൺഫോൾഡ് ചെയ്യുമ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ അത് ഇതായിരുന്നു, ഹിഡൻ ക്യാമറ ആയിരുന്നു, അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ആയിരുന്നു. ഇപ്പോൾ അത് 10 MP പഞ്ചോളാക്കിയിട്ടുണ്ട്. അപ്പോൾ അല്പം ക്ലാരിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഹിഡൻ ക്യാമറ എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി സാധാരണ കുറവായിരിക്കും. പൊതുവെ ഹിഡൻ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് വിഷ്വൽസ് കാണാൻ വേണ്ടി, മെയിനായിട്ട് നോച്ചിൻ്റെ പഞ്ചോളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ സിനിമ കാണാനൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു അണ്ടർ ഡിസ്പ്ലേ ക്യാമറ വരുന്നത്. ഇപ്പോൾ 10 MP ക്യാമറയിൽ വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസാണ് ക്യാമറയാണ്. മാത്രമല്ല ഇതിൻ്റെ തിക്നെസ് കുറച്ചു എന്ന് പറഞ്ഞല്ലോ, 4.2 mm തിക്നെസ് ആക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റും കുറഞ്ഞിട്ടുണ്ട്. 240 gram ആയിരുന്നു സി ഫോൾഡ് 6, അതിപ്പോൾ 215 gram ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കവർ ഡിസ്പ്ലേ, അതായത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ഡിസ്പ്ലേ, അതായത് 6.3 ഇഞ്ച് ആയിരുന്നു സി ഫോൾഡ് 6. ഇതിലിപ്പോൾ 6.4.9 അല്ലെങ്കിൽ 6.5 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് വരുന്നത്. S25 അൾട്രയിൽ ഉപയോഗിച്ച സെയിം പ്രൊസസ്സറാണ് വരുന്നത്. മാത്രമല്ല ഇതിലിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്രനോ ഗെയിമിംഗ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ 830 ആക്കി വെച്ചിട്ടുണ്ട്. അഡ്രനോ 830 ആണ് കൊടുക്കുന്നത്. സി ഫോൾഡ് 6 780 സംതിങ് ആയിരുന്നു. അപ്പോൾ അതിനെ അപേക്ഷിച്ച് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഗെയിമിങ്ങിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും ഫോണിന്. പിന്നെ ഒരു ചോദ്യത്തിനായിട്ട് നിൽക്കുന്നത് സി ഫോൾഡ് 7 എടുത്താലോ അല്ലെങ്കിൽ ഫോൾഡ് ഏത് ഫോൺ എടുത്താലും അത് വളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞു പോരുന്നൊരു ചിന്ത എല്ലാവരും മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം അത് സി ഫോൾഡ് 7 6.5 ഇഞ്ചാണ് കൊണ്ടുവച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി കൂടിയൊരു ഫോണായിട്ട് മാറിയിരിക്കും സി ഫോൾഡ് 7. ഇനി മെയിൻ ഡിസ്പ്ലേ, അതായത് അൺഫോൾഡ് ചെയ്യുമ്പോൾ വരുന്ന ഡിസ്പ്ലേ 7.6 ഇഞ്ചായിരുന്നു സി ഫോൾഡ് 6-ന്. അത് മാറിയിട്ട് ഇപ്പോൾ 8 ഇഞ്ചിലേക്കും കടന്നിട്ടുണ്ട്. സാധാരണ മുമ്പത്തെ 6 പോലെ തന്നെ 2600 നീറ്റ്സാണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് ഡിസ്പ്ലേക്ക്. ബാറ്ററി സെയിം തന്നെ 4400. ടിപ്പിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ 4200 സംതിങ് ആണ് ടിപ്പിക്കലായിട്ട് പറഞ്ഞത്. അവർ ഒന്ന് റൗണ്ട് ഓഫ് വരുന്നത് 4400 എന്ന് പറയുന്നത്. പക്കയായിട്ട് 4400 mAh ഇല്ല ബാറ്ററിക്ക്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 16 ആണ് വരുന്നത്. 7 വർഷത്തെ OS അപ്ഡേറ്റ് ഉണ്ട്. ഗൂഗിളായിട്ട് കൈകോർത്ത് സാംസങ് 7 വർഷത്തെ OS പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ 16 ആണ് കിടക്കുന്നത്. 16, 17, 18, 19, 20, 21, 22, 23, 23 വരെ സുഖമായിട്ട് ഓടും ഫോൺ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഇത് ഈ അറിവ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു. ഓക്കെ, ബൈ.